വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യമാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. ബോച്ചയുടെ എസ്റ്റേറ്റിൽ നിന്ന്, ബോബി ചെമ്മണ്ണൂരിന്റെ എസ്റ്റേറ്റിൽ നിന്ന് കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക പോലീസ് സംഘം ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. വഴിയിൽ വാഹനം നിർത്തിയതിനു ശേഷം പോലീസിന്റെ വാഹനത്തിലേക്ക്, പോലീസിന്റെ വാഹനത്തിലല്ല, വഴിയിൽ വാഹനം നിർത്തിയതിനു ശേഷം പോലീസുമായി സംസാരിച്ച് മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇത് വയനാട്ടിലുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ എസ്റ്റേറ്റ് ആണ്. എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ പരിസരത്ത് നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആ ദൃശ്യങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട ആദ്യ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വയനാട്ടിലെ ബോബി ചെമ്മണ്ണൂരിന്റെ എസ്റ്റേറ്റിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണും. കമൽ വിവരങ്ങളുമായി നോക്കുമ്പോൾ ചേർന്നിട്ട്. കമൽ, ആദ്യ ദൃശ്യങ്ങൾ, കസ്റ്റഡിയിലെടുത്തതിന് ശേഷമുള്ള ആദ്യ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ഈ ദൃശ്യം എന്നത് ഈ എസ്റ്റേറ്റിനുള്ളിൽ വാഹനം നിർത്തിയിരിക്കുന്നത് കാണാം. പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് കാണാം. ബോബി ചെമ്മണ്ണൂരിന് ഒപ്പമുള്ള ആളുകളെ കാണാം. മറ്റു വിവരങ്ങൾ രതീഷ്, ബോച്ചെ എസ്റ്റേറ്റ് ആണിത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് നമ്മൾ മേപ്പാടിയിൽ നിന്ന് ഈ മുണ്ടക്കൈയിലേക്കൊക്കെ പോകുന്ന വഴിയിലാണ് ഈ ബോച്ചെ 1000 ഏക്കർ എന്ന് പറയുന്ന എസ്റ്റേറ്റ്. AVT കമ്പനിയിൽ നിന്ന് അദ്ദേഹം വിലയ്ക്ക് വാങ്ങിയ എസ്റ്റേറ്റ് ആണ്. അവിടെ വെച്ച കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആദ്യമായി നമ്മൾ കാണിക്കുന്നത്. ആ ദൃശ്യങ്ങളിലുള്ളത് ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ, വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഒരു പ്രത്യേക സ്ക്വാഡ് ഉണ്ട്. അത് പ്രധാനമായും ലഹരി വിരുദ്ധ സ്ക്വാഡാണ്. അവരാണ് ഈ എറണാകുളത്ത് നിന്നുള്ള പോലീസിനോടൊപ്പം ഈ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കാൻ ഉണ്ടായിരുന്നത്. ആ സ്ക്വാഡാണ് ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ എസ്റ്റേറ്റിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. എന്തായാലും വളരെ ചടുലമായ നീക്കങ്ങളായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എസ്പിയുടെ സ്ക്വാഡ് എന്ന് പറയുമ്പോൾ ആ ജില്ലയിലെ ഏറ്റവും ഉന്നതനായ പോലീസ് അധികാരി, അദ്ദേഹം നേരിട്ട് നിയന്ത്രിക്കുന്ന സ്ക്വാഡാണ്. വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ക്വാഡാണ്. അങ്ങനെ എസ്പിയുടെ സ്ക്വാഡ് തന്നെ ഇടപെട്ടു എന്ന് പറയുമ്പോൾ അത്രത്തോളം പ്രധാനമായി വളരെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ കോർഡിനേഷൻ നടന്നിരിക്കുന്നു. കൊച്ചിയിലെ പോലീസ് വരുമ്പോഴേക്കും അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സംഘം അവിടെ തയ്യാറായിരുന്നു. അപ്പോൾ വളരെ വേഗത്തിൽ, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വളരെ ചടുലമായ നീക്കത്തിൽ വളരെ വേഗത്തിൽ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റിലേക്ക് പോകണമെന്ന ഉറപ്പിച്ച് തന്നെയാണ് പോലീസ് സംഘം അവിടേക്ക് എത്തിയത്. വളരെ ശരിയാണ് രതീഷ്, വളരെ കൃത്യമായ പ്ലാനിങ്ങോടെ ആയിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ. ഡാൻസ് ഓഫ് എന്നാണ് ആ സ്ക്വാഡിന്റെ പേര്. ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡാണ്. അവർ സാധാരണഗതിയിൽ ഈ പോലീസിന്റെ ഇതൊന്നും പാലിക്കാതെ താടിയൊക്കെ വളർത്തിയ ഉദ്യോഗസ്ഥരൊക്കെയാണ് ആ കൂട്ടത്തിൽ ഉണ്ടാകാറ്. അവർ ആളുകൾക്കിടയിലൊക്കെ ഇറങ്ങി ഇന്റലിജൻസ് വർക്ക് അടക്കം നടത്തുന്ന ആളുകളാണ് ആ സ്ക്വാഡ്. എസ്പിയുടെ പ്രത്യേക സ്ക്വാഡാണ് ഈ അറസ്റ്റിൽ നിർണായക പങ്ക് വഹിച്ചത്. എറണാകുളത്ത് നിന്നുള്ള പോലീസ് സംഘത്തെ സഹായിക്കാൻ ജില്ലാ പോലീസ് മേധാവി ചുമതലപ്പെടുത്തിയത് ഈ പ്രത്യേക സ്ക്വാഡിനെയാണ്. അവരാണ് എറണാകുളത്ത് നിന്നുള്ള പോലീസ് സംഘത്തോടൊപ്പം എത്തി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ ബോച്ചെ 1000 ഏക്കർ എസ്റ്റേറ്റിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത പുത്തൂർവയൽ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നത്. പുത്തൂർവയൽ ക്യാമ്പിൽ നിന്ന് അല്പസമയത്തിന് ശേഷം പോലീസ് വാഹനത്തിലേക്ക് മാറ്റി. അതുവരെ ഒരു സ്കോർപിയോ കാറിലാണ്, കറുത്ത സ്കോർപിയോ കാറിലിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ആദ്യം കണ്ടത്. ക്യാമ്പിനകത്ത്, ക്യാമ്പിന്റെ ഗേറ്റിന് തൊട്ട് ഉള്ളിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കൂടുതൽ ഉള്ളിലേക്ക് പോയി അവിടെ നിന്ന് ഇറങ്ങി ബൊലേറോയിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. പോലീസിന്റെ വാഹനത്തിൽ കയറി ക്യാമ്പിന്റെ മറ്റൊരു ഗേറ്റ് ഉണ്ട്. MS സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഫാമിൽ നിന്ന് വരുന്ന റോഡിലേക്ക് തുറക്കുന്ന ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിലൂടെയാണ് ഈ ബൊലേറോ വാഹനത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് എറണാകുളത്തേക്കുള്ള യാത്ര തുടങ്ങിയത്. ബോബി ചെമ്മണ്ണൂരിന്റെ ലക്ഷറി വാഹനവും പോലീസ് വാഹനത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ അടിവാരമൊക്കെ പിന്നിട്ട് വാഹനം മുന്നോട്ട് പോയിരിക്കുന്നു. ഏത് വഴിക്ക് എറണാകുളത്തേക്ക് പോകും? ഒരുപക്ഷെ കോഴിക്കോട് ഒഴിവാക്കി താമരശ്ശേരിയിൽ നിന്ന് മഞ്ചേരി, അരീക്കോട് വഴി തൃശ്ശൂരിലെത്തി ആയിരിക്കും യാത്ര തുടരുക എന്നാണ് ഊഹിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ വാഹനം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് എറണാകുളം ലക്ഷ്യമാക്കി. രതീഷ്, കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിലുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ എസ്റ്റേറ്റിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എറണാകുളം സെൻട്രൽ പോലീസിന്റെ ടീം എസ്പിയുടെ നേതൃത്വത്തിലുള്ള എസ്പിയുടെ കീഴിലുള്ള സ്ക്വാഡ് നേരിട്ടെത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. അവിടെ നിന്ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആദ്യം ജില്ലാ പോലീസ് ക്യാമ്പിലേക്കാണ് എത്തിച്ചത്. പുത്തൂർ വയലിലുള്ള പോലീസ് ക്യാമ്പിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് പോലീസിന്റെ വാഹനത്തിലേക്ക് കയറ്റി. ആ ദൃശ്യങ്ങൾ നമുക്ക് സ്ക്രീനിന്റെ വലതുഭാഗത്ത് കാണാം.
പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയാണ് എറണാകുളത്തേക്കുള്ള യാത്ര ആരംഭിച്ചത്. ഈ ദൃശ്യങ്ങളെല്ലാം മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. എറണാകുളത്തേക്കുള്ള യാത്ര തുടരുകയാണ്. ഇവിടെ നിന്ന് വിശദമായ ചോദ്യം ചെയ്യലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ അതും നേരത്തെ എറണാകുളം DCP JG അശ്വതി പറഞ്ഞത് ഈ പരാതിയിൽ തന്നെ ചുമത്താൻ കഴിയുന്ന ശക്തമായ വകുപ്പുകളുണ്ട്. ആ വകുപ്പുകൾ അനുസരിച്ചുള്ള നടപടിയാണ് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വേണമെങ്കിൽ അറസ്റ്റ് വേണമോ എന്നുള്ളത് പോലീസ് തീരുമാനിച്ച് നടപ്പിലാക്കുകയാണ്. എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു ബോബി ചെമ്മണ്ണൂർ. അശ്ലീല അധിക്ഷേപം നടത്തിയ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിലാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. കൊച്ചി സെൻട്രൽ പോലീസ് സംഘമാണ് വയനാട്ടിലേക്ക് എത്തിയത്. SP-യുടെ പ്രത്യേക സംഘം. ആ സംഘം കൂടി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്നു. അവരുടെ സഹായത്തോടു കൂടിയാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യമാണ് ഒരു ഭാഗത്ത് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകർ കാണുന്നത്. കമലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ എസ്റ്റേറ്റിൽ വച്ച് ബോബി ചെമ്മണ്ണൂർ സഞ്ചരിച്ച വാഹനം തടഞ്ഞ് അതിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. മറുഭാഗത്ത് കാണുന്ന ദൃശ്യം എസ്റ്റേറ്റിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്ത് AR ക്യാമ്പിലേക്കാണ് കൊണ്ടുവന്നത്. വയനാട്ടിലെ കൽപ്പറ്റയിലെ AR ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ വാഹനത്തിൽ നിന്ന് മാറ്റി പോലീസ് വാഹനത്തിലേക്ക് കൊച്ചിയിലേക്ക് കൊണ്ടുപോകാൻ കയറ്റുന്ന ദൃശ്യമാണ് മറുഭാഗത്ത് AR ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യത്തിൽ കാണുന്നത്. വയനാട്ടിൽ നിന്നുള്ള ആദ്യ ദൃശ്യങ്ങളാണ്. കസ്റ്റഡിയിൽ എടുത്തതുമായി ബന്ധപ്പെട്ട ആദ്യ ദൃശ്യമാണ് മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. കമൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. കമൽ, എസ്റ്റേറ്റിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വയനാട്ടിൽ നിന്നുള്ള എസ്റ്റേറ്റിൽ നിന്ന് SP-യുടെ കീഴിലുള്ള സ്ക്വാഡ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ നിന്നാണ് പുത്തൂർ വയലുള്ള ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു കസ്റ്റഡി ഉണ്ടാകുമെന്നതിനെ സംബന്ധിച്ച് ബോബി ചെമ്മണ്ണൂരിന് ഒരറിവും ഉണ്ടായിരുന്നില്ല എന്ന് വേണമോ? മധു, അത് അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഇന്നലെ കേസെടുക്കുന്നു, വളരെ പെട്ടെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ സമർപ്പിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. അത്തരത്തിലുള്ള നിയമപരമായ നീക്കങ്ങളൊക്കെ നടക്കുമ്പോൾ വളരെ ചടുലമായ നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എറണാകുളത്ത് നിന്ന് പോലീസ് സംഘം വരുന്നു. വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ നിന്നുള്ള ഡാൻസ് സ്ക്വാഡ്, അതായത് ലഹരി വിരുദ്ധ സ്ക്വാഡ്, ജില്ലാ പോലീസ് മേധാവി നേരിട്ട് നിയന്ത്രിക്കുന്ന പ്രത്യേക സ്ക്വാഡിലെ പോലീസുകാരാണ് എറണാകുളം സംഘത്തെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ടത്. അവർ നേരെ പോകുന്നത് ഈ മേപ്പാടിയിൽ നിന്ന് ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് ബോച്ചെ 1000 ഏക്കർ എന്ന എസ്റ്റേറ്റ് ഉള്ളത്. തേയിലത്തോട്ടമാണ്. നേരത്തെ AVT കമ്പനിയിൽ നിന്ന് 2 വർഷം മുമ്പ് ബോബി ചെമ്മണ്ണൂർ വാങ്ങിയതാണ്. ആ എസ്റ്റേറ്റിൽ ടൂറിസം പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ബംഗ്ലാവിലാണ് അദ്ദേഹം വയനാട്ടിൽ വരുമ്പോൾ തങ്ങുന്നത്. എന്തായാലും ആ ബംഗ്ലാവിൻ്റെ ദൃശ്യങ്ങളല്ല ഉള്ളത്. ആ എസ്റ്റേറ്റിലെ റോഡിൽ വെച്ച വാഹനം മാറ്റി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത് മറ്റൊരു വാഹനത്തിൽ കയറ്റി ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണുള്ളത്. അത് ആ തേയിലത്തോട്ടം തന്നെയാണ്. എസ്റ്റേറ്റിനകത്തെ റോഡാണ്. അവിടെ വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. ഏതാണ്ട് നമ്മൾ 11:30യോടെയാണ് നമ്മൾ AR ക്യാമ്പിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തെ AR ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോയി. കമലാണ് വിശദമായ വിവരങ്ങൾ. കമൽ പറഞ്ഞതുപോലെ ഏതാണ്ട് 11:30 മണിയോട് കൂടിയാണ് ഈ വാർത്ത വരുന്നത്. 11-11:15 കൂടി ആ സമയം മുതൽ ഇതിന്റെ മുഴുവൻ പുരോഗതിയും വളരെ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് മാതൃഭൂമി ന്യൂസ്. എന്തായാലും കൊച്ചിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവരിക.